അപ്പോൾ ഏറ്റവും മികച്ച ഒരു സ്ഥലം തന്നെയാണ് ഇന്ന് കാണിച്ചു തന്നത്. ഒമാനിലെ സലാലയിലുള്ള കേരളത്തെ ഓർമ്മപ്പെടുത്തുന്ന അല്ലെങ്കിൽ കേരളമാണോ എന്ന് സംശയം തോന്നുന്ന ഒരു മികച്ച സ്ഥലം തന്നെയാണ്. ഇവിടെ നിന്ന് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കാറെടുത്തൊക്കെ ഈ സ്ഥലത്ത് ബൈ റോഡ് പോയിട്ടുണ്ട്. വളരെ ഈസിയാണ്. കുറച്ച് ദൂരം ഏതാണ്ട് രാവിലെ പോയാൽ വൈകുന്നേരം എന്നുള്ള രീതിയിൽ കുറച്ച് ഡ്രൈവിംഗ് ഉണ്ടെങ്കിലും ഒരു ഫാമിലിയും അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളൊക്കെ ആയി ഒരു 4 വീലൊക്കെ എടുത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡ്രൈവ് തന്നെയായിരിക്കും. എല്ലാവരും മാറി ഓടിച്ചാൽ മതി. അപ്പോൾ ഒരുപാട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീലും തോന്നത്തില്ല. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സ്ഥലം തന്നെയാണ്. അതുപോലെ ബൈ എയർ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സീസൺ ഒന്ന് ഫ്ലൈറ്റിൽ ടിക്കറ്റ് നല്ല റേറ്റ് കിട്ടുന്നതൊക്കെ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല നിരക്കിന് പോകാനും സാധിക്കും. കേരളത്തിൽ എത്തിയതുപോലെയുള്ള ഒരു പ്രതീതി ഉണ്ടാവും. കായലും കടലും പച്ചപ്പും വാഴത്തോപ്പും ഒക്കെയായി ഏറ്റവും മികച്ച ഒരു കാഴ്ച തന്നെയായിരിക്കും സലാല നിങ്ങൾക്ക് സമ്മാനിക്കുക. അപ്പോൾ അറൗണ്ട് ദ വേൾഡ് സെഗ്മെൻറ്റിൽ ഇന്ന് സലാല കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേ ആണ്. UAE-യിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ഇവൻറ്റുകളാണ് ഇന്ന് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണമാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നത്തെ ജേണി സെറ്റ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് ഇനി നമ്മൾ പോകുന്നു ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേ. ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡേയിൽ ഇന്ന് ആദ്യം ദുബായിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ദുബായിൽ ഇന്നലെ ഒക്കെ നമ്മൾ പറഞ്ഞ ഈവൻറ്റ് തന്നെയാണ്. ജൈടെക് ഷോപ്പർ സ്പ്രിംഗ് എഡിഷൻ 2015 ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സുകൾ ഏറ്റവും നല്ല നിരക്കിലും ഏറ്റവും നല്ല ഓഫറിലും സ്വന്തമാക്കാനുള്ള ഏറ്റവും മികച്ചൊരു അവസരമാണ്. അതുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തുക. എൻട്രി ഫീ ആയിട്ട് നൽകേണ്ടത് 20 ദർഹംസാണ്. 20 ദർഹംസ് കൊടുത്ത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ലേറ്റസ്റ്റ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ ഏറ്റവും മികച്ച നിരക്കിൽ സ്വന്തമാക്കാനുള്ള ഒരു സുവർണാവസരമാണ്. കുടുംബസമേതവും കൂട്ടുകാരോടൊപ്പം പോയി നിങ്ങൾക്ക് ആസ്വദിക്കാനും ഒപ്പം നല്ല ഗാഡ്ജറ്റ്സുകൾ സ്വന്തമാക്കാനുമുള്ള ഒരവസരമാണ്. ജൈടെക് ഷോപ്പർ ഈസ് ദ ലാർജസ്റ്റ് ഗാദറിംഗ് ഓഫ് ദ റീജിയൻസ് ലീഡിംഗ് ICT റീറ്റെയിലേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. ദ ഹൈ എനർജി കൺസ്യൂമർ ഷോ അട്രാക്ട്സ് diverse audience that includes IT professionals, technology, അങ്ങനെ ഒരുപാട് മികച്ച ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സുകൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് മിസ് ചെയ്യാതെ പോയി കാണാവുന്നതാണ്. ഓർക്കേണ്ടത് ഇത്രമാത്രം, വാഹനം കാറും എടുത്ത് പോകുന്നതിനേക്കാൾ നല്ലത് മെട്രോ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ട്രാഫിക്കിലൊന്നും പെടാതെ നല്ലൊരു പർച്ചേസിങ് നടത്തി തിരിച്ച് മടങ്ങാനുള്ള ഒരവസരമാണ്. മറ്റൊന്ന് ഒട്ടക ഓട്ട മത്സരം ഇഷ്ടപ്പെടുന്നവർക്ക് അൽ മർമം ഹെറിറ്റേജ് ഫെസ്റ്റിവൽ 2015 എന്ന് പറയുന്ന കാറ്റഗറി ഒട്ടക ഓട്ട മത്സര ഈവൻ്റാണ്. 13 ഏപ്രിൽ വരെയാണ് ഈ ഈവൻ്റ് നടക്കുന്നത്. അൽ മർമം ക്യാമൽ റൈസ് ട്രാക്ക് ദുബായ് അലൈൻ റോഡിൽ വെച്ചാണ് ഈ ഈവൻ്റ് നടക്കുന്നത്. ഫ്രീ അഡ്മിഷനാണ്. ആർക്ക് വേണമെങ്കിലും പോയി കാണാവുന്നതാണ്, എൻജോയ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് കുട്ടികളെയൊക്കെ കൂട്ടി പോയി ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഈവൻ്റാണ് അൽ മർമം ഹെറിറ്റേജ് ക്യാമൽ റൈസിംഗ് ഫെസ്റ്റിവൽ 2015. ദുബായ് അലൈൻ റോഡിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ വലതുഭാഗത്തായിട്ട് ഈ ക്യാമൽ റൈസിംഗ് ട്രാക്ക് കാണാൻ സാധിക്കും. ഇതും മിസ് ചെയ്യാതെ കുടുംബസമേതം കൂട്ടുകാരോടൊപ്പം ഒക്കെ പോയി ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഈവൻ്റ് തന്നെയാണ്. മറ്റൊന്ന് നമ്മളുടെ ഗ്ലോബൽ വില്ലേജാണ്. ഈ ഏപ്രിൽ 11-ാം തീയതി ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജ് അവിടെ പൂർത്തിയാകും. അതുകൊണ്ട് അതിനു മുൻപേ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കാണേണ്ട ഒരു ഈവൻ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലം തന്നെയാണ് ഗ്ലോബൽ വില്ലേജ്. ആഗോള ഗ്രാമം ലോകം മുഴുവൻ ഒരു കുടക്കീഴിൽ എന്ന കൺസെപ്റ്റുമായി തുടങ്ങിയ ആഗോള ഗ്രാമം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കാഴ്ചക്കാരെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കരകൗശല വസ്തുക്കളാവട്ടെ, ഓരോ രാജ്യത്തിൻ്റെയും തനത് കലകളാവട്ടെ ഒക്കെ നേരിട്ട് നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു മികച്ച അവസരമാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്നത്തെ ഈവൻറ്റിൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേയിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇഷ്ടമായത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പോയി കുടുംബസമേതവും കൂട്ടുകാരോടൊപ്പം ഒക്കെ പോയി ആസ്വദിക്കാൻ സാധിക്കുന്ന ഈവൻറ്റ് തന്നെയാണിത്. ഇനി നമുക്ക് പത്രവിശേഷങ്ങളാണ്. ഇന്നത്തെ പത്രത്തിൽ പ്രധാനമായി എന്തൊക്കെ വാർത്തകളാണെന്ന് നോക്കാം. പത്രങ്ങളിലൂടെ പത്രങ്ങളിൽ ഇന്ന് മലയാള മനോരമയാണ്. മലയാള മനോരമയുടെ തലക്കെട്ടിൽ ഉള്ള വാർത്ത, ഗോവയിലെ തുണിക്കടയിൽ ഒളിക്യാമറ,
ഇരകളിൽ മന്ത്രി സ്മൃതി ഇറാനിയും എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. ട്രയൽ മുറിയിലെ ഒളി ക്യാമറ മന്ത്രി കൈയോടെ പിടിച്ചു, 4 പേർ അറസ്റ്റിൽ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ വസ്ത്രം ധരിച്ചു നോക്കാനുള്ള ട്രയൽ മുറിയുടെ നേരെ വച്ച ഒളി ക്യാമറ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പിടികൂടി. ഗോവ തലസ്ഥാനമായ പനജിയിലെ കാൻഡോലിമിലുള്ള ഫാബ് ഇന്ത്യ ഷോറൂമിൽ വസ്ത്രം മാറ്റാനുള്ള മുറിയിൽ പുതിയ വസ്ത്രം ധരിച്ചു നോക്കുന്നതിനിടയിലാണ് ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടത് എന്നുള്ള വാർത്തയാണ്. ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നാട്ടിൽ പ്രത്യേകിച്ച് അവധിക്കാലത്തൊക്കെ പോകുമ്പോൾ ഇത്തരത്തിൽ ട്രയൽ റൂമിൽ പോകുമ്പോൾ നമ്മളായിട്ട് ഒരു പരിശോധന നടത്തിയ ശേഷം മാത്രം വസ്ത്രങ്ങൾ ട്രയൽ ചെയ്യണം എന്നുള്ളത് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ തന്നെയാണ് സ്വന്തമായി അലേർട്ട് ആവേണ്ടത്. നമ്മൾ തന്നെ സ്വന്തമായി ഉറപ്പ് വരുത്തുക, ഇത്തരത്തിൽ യാതൊരു ഒളി ക്യാമറ അത്തരത്തിലുള്ള യാതൊരു സംഭവം അവിടെയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ബ്ലൈൻഡായിട്ട് നമ്മൾ ട്രയൽ റൂമിലേക്ക് ചെല്ലരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് ഇന്ന് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ വാർത്തയായിട്ട് വന്നിരിക്കുന്നത്. മറ്റൊന്ന്, ഭൂമി ഏറ്റെടുക്കലിന് വീണ്ടും ഓർഡിനൻസ് എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. ലോക്സഭ അംഗീകരിച്ച ഭേദഗതികൾ പുതിയ ഓർഡിനൻസിൽ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. ജനഹിത വ്യവസ്ഥകളിൽ കാതലായ മാറ്റം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. പ്രതിരോധം, ഗ്രാമീണം, അടിസ്ഥാന സൗകര്യം, ചെലവ് കുറഞ്ഞ ഭവന പദ്ധതി, വഴികൾക്കും റെയിൽ പാതകൾക്കും 1 കിലോമീറ്ററിനുള്ളിൽ സർക്കാർ നിർമ്മിക്കുന്ന വ്യാവസായിക ഇടനാഴി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ 5 തരം പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉടമകളുടെ സമ്മതം ചോദിക്കേണ്ടതില്ല. സ്വകാര്യ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉടമകളിൽ 80%-ൻ്റെയും പൊതു സ്വകാര്യ പദ്ധതികൾക്ക് 70%-ൻ്റെയും സമ്മതം വേണമെന്നായിരുന്നു നേരത്തെ ഉള്ള വ്യവസ്ഥ. ഇതാണ് മാറ്റിയത് എന്നുള്ള വാർത്തയാണ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ലീഗ് സ്ഥാനാർത്ഥി ഫേസ്ബുക്ക് പോസ്റ്റുകൾ വിവാദമായി എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. സംസ്ഥാന പ്രവർത്തക സമിതിയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നത്തേക്ക് മാറ്റി. ഇന്നലെ സംസ്ഥാന പ്രവർത്തക സമിതിയും ഉന്നതാധികാര സമിതി യോഗവും കഴിഞ്ഞ ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് പാണക്കാട് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ നടത്തുമെന്ന് അറിയിക്കുകയായിരുന്നു എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. ഇനി ഗൾഫ് പേജിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ നടന്ന ദുഃഖ വെള്ളിയാഴ്ചയുടെ ആചരണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തന്നെയാണ് പത്രങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഓരോ പള്ളിയിലെയും ഫുജറ പള്ളിയിലെയും ഓരോ പള്ളിയിലെയും ഇത്തരത്തിലുള്ള ശുശ്രൂഷകളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒമാനിലെ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ശുശ്രൂഷ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുമുണ്ട്. കുരിശുമരണ സ്മരണയിൽ അബുദാബിയിൽ ദുഃഖവെള്ളി ആചരണം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. സെൻറ്റ് സ്റ്റീഫൻസ് യാക്കോബായ പള്ളിയിൽ തോമസ് മാർ അലസ്യോസിൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു ദുഃഖവെള്ളി ശുശ്രൂഷ എന്നുള്ള വാർത്തയും അതിൻ്റെ ചിത്രവും നൽകിയിരിക്കുന്നു ഗൾഫ് പേജിൽ ഉള്ളിൽ. ആ വാർത്തകളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, ബഹ്റൈനിൽ 4 ഇന്ത്യക്കാർ പിടിയിൽ എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. വ്യാജ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് 28 ലക്ഷം രൂപയ്ക്ക് സ്മാർട്ട് ഫോണുകൾ വാങ്ങിക്കൂട്ടിയ 4 ഇന്ത്യക്കാർ ബഹ്റൈനിൽ അറസ്റ്റിലായി എന്നുള്ള ഒരു വാർത്തയുണ്ട്. മറ്റൊന്ന്, ചികിത്സയ്ക്ക് ശേഷം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തിയ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് അൽ സയ്യിദിന് അഭിവാദ്യം അർപ്പിച്ച് ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ സിബിൽ നടന്ന റാലിയിൽ നിന്ന് എന്നുള്ള ഒമാനിൽ നിന്നുള്ള ഒരു ഫോട്ടോ നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, വിദേശികൾക്കുള്ള വൈദ്യപരിശോധന ഫീസ് വർദ്ധിപ്പിക്കാൻ കുവൈത്ത് നീക്കം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. വൈദ്യപരിശോധനയ്ക്കായി വിദേശികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസ് വർദ്ധിപ്പിക്കാൻ കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നതായിട്ടുള്ള ഒരു വാർത്തയുമുണ്ട്. ഗ്ലോബൽ വില്ലേജ് ഒരാഴ്ച കൂടി തിരക്ക് കൂടി എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ഈവൻറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാർത്ത തന്നെയാണ്. ഗ്ലോബൽ വില്ലേജിലെ ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ സന്ദർശകരുടെ തിരക്ക് കൂടി. അവസാന ദിവസങ്ങളിലെ ആദായ വിൽപ്പനയിൽ കണ്ണുനട്ടാണ് സന്ദർശകർ ഇരച്ചുകയറുന്നത്. കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ, സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കും അതൊക്കെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. അവസാന ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നിരക്കിൽ കരകൗശല വസ്തുക്കളും മറ്റുമൊക്കെ സ്വന്തമാക്കാനും നിങ്ങളുടെ സ്വീകരണ മുറി അലങ്കരിക്കാനും ഒക്കെയുള്ള അവസരമാണ്. മിസ് ചെയ്യാതെ നിങ്ങൾക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. പുതുമകളോടെ ഷാർജ മാർക്കറ്റ് സമുച്ചയം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്, ഈ മാസം തന്നെ പ്രവർത്തനം തുടങ്ങും എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അൽ ജുബൈലിൽ
മുനിസിപ്പാലിറ്റി പുതുതായി നിർമ്മിച്ച പഴം, പച്ചക്കറി, മത്സ്യ, മാംസ മാർക്കറ്റ് ഈ മാസം അവസാനത്തോടെ തുറക്കും. കെട്ടിടത്തിൻ്റെ അവസാനഘട്ട പണികൾ പുരോഗമിക്കുകയാണ്. വിശാലമായ പാർക്കിംഗ് മേഖലയും ഇതോടൊപ്പം ഒരുങ്ങും. UAE-യിലെ ഏറ്റവും വലിയ മാർക്കറ്റാകാൻ ഒരുങ്ങുകയാണ് ഈ മാർക്കറ്റ് എന്നുള്ളതാണ് പ്രത്യേക ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാർത്ത. കടലിനോട് ചേർന്ന് 1/2 കിലോമീറ്ററിൽ ഒട്ടേറെ ആധുനിക സംവിധാനങ്ങളോടെ 20 കോടി ദിർഹം ചെലവഴിച്ചാണ് പുതിയ മാർക്കറ്റ് പൂർത്തിയായത്. പരമ്പരാഗത ഇസ്ലാമിക വാസ്തുശില്പ രീതിയിലാണ് നിർമ്മാണം. 4 വർഷം മുമ്പാണ് ഈ ഇരുനില മാർക്കറ്റ് നിർമ്മാണം ആരംഭിച്ചത്. കേന്ദ്രീകൃത ശീതീകരണ സംവിധാനമുള്ള മാർക്കറ്റിൻ്റെ താഴത്തെ നിലയിൽ 3 വിഭാഗങ്ങളായി പഴം, പച്ചക്കറി, മത്സ്യ, മാംസ സ്റ്റാളുകളും മുകൾ നിലയിൽ ഓഫീസുകളുമാണ് പ്രവർത്തിക്കുക. ആകെ 403 സ്റ്റാളുകളാണ് അവിടെ ഉള്ളത് എന്നുള്ള നല്ലൊരു വാർത്തയാണ്. പഴയ മാർക്കറ്റ്, നിലവിലുള്ള മാർക്കറ്റ് ഇതോടുകൂടി ഓർമ്മയാകും എന്നുള്ള ആ മാർക്കറ്റിൻ്റെ ചിത്രവും, പഴയ മാർക്കറ്റിൻ്റെയും പുതിയ മാർക്കറ്റിൻ്റെയും ചിത്രവും നൽകിയിരിക്കുന്നു ഗൾഫ് വാർത്തയിൽ. പ്രധാനമായും വരവായി ഒമാനിൽ എത്യോപ്യൻ പൂക്കാലം എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയും കൂടിയുണ്ട്. ഒമാന് സുഗന്ധവും സൗന്ദര്യവുമേകാൻ ഇനി എത്യോപ്യൻ വസന്തം. എത്യോപ്യയിൽ നിന്നുള്ള പലതരം റോസാപ്പൂക്കളും മറ്റും ഇറക്കുമതി ചെയ്യാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി എന്നുള്ള വാർത്തയും ഗൾഫ് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇന്ത്യൻ കുടുംബങ്ങളെ വീഴ്ത്താൻ UAE-യിൽ ഫ്ലാറ്റ് തട്ടിപ്പ് എന്നൊരു തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയുണ്ട്. അവധിക്കാലത്ത് UAE കാണാനെത്തുന്ന ഇന്ത്യൻ കുടുംബങ്ങളെ വീഴ്ത്താൻ വാടക ഫ്ലാറ്റിൻ്റെ പേരിൽ പുതിയ തട്ടിപ്പ്. മലയാളികളടക്കം ഒട്ടേറെ പേർക്ക് പണം നഷ്ടമായി എന്നുള്ള വാർത്തയുണ്ട്. ഇല്ലാത്ത ഫ്ലാറ്റിൻ്റെ പേരിൽ വാടക മുൻകൂട്ടി വാങ്ങിയാണ് തട്ടിപ്പ്. ഫ്ലാറ്റ് വാടകയ്ക്ക് എന്ന പേരിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചാണ് ഇരകളെ വീഴ്ത്തുന്നത്. നോട്ടീസിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ധൈര്യ പോലെ തിരക്കേറിയ സ്ഥലത്ത് താരതമ്യേന കുറഞ്ഞ വാടകയ്ക്ക് 1 മുറി, 2 മുറി, സ്റ്റുഡിയോ ഫ്ലാറ്റുകൾ എന്നിവ തട്ടിപ്പുകാർ വാഗ്ദാനം ചെയ്യുന്നു. ഫ്ലാറ്റ് കാണിക്കുകയാണ് അടുത്ത പരിപാടി. തട്ടിപ്പുകാരിൽ ഒരാൾ ഇടനിലക്കാരനെ വ്യാജനെ കൂട്ടിക്കൊണ്ടുപോയി ഫ്ലാറ്റ് കാണിച്ചു തരുന്നു. ഇഷ്ടപ്പെട്ടാൽ 1 മാസത്തെ വാടകയും കമ്മീഷനും നൽകണം. ഒരു ബെഡ്റൂം ഫ്ലാറ്റിന് 2500 ദിർഹം മുതൽ 3500 ദിർഹം വരെയാണ് പ്രതിമാസ വാടക പറയുന്നത്. കമ്മീഷനായി കുറഞ്ഞത് 500 ദിർഹവും നൽകണം. കുടുംബത്തെ ദുബായ് കാണിക്കാൻ 1-2 മാസത്തേക്ക് കൊണ്ടുവരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ സംഖ്യ ആകുന്നില്ല. മാത്രമല്ല പലർക്കും ജോലിക്ക് പോയി എളുപ്പം വരാൻ പാകത്തിൽ ധൈര്യയിൽ തന്നെ ഫ്ലാറ്റ് ലഭിക്കുക എന്നതൊരു മോഹവുമാണ്. എന്നാൽ പിന്നീട് താമസിക്കാൻ എത്തുമ്പോഴാണ് കെട്ടിട കാവൽക്കാരൻ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് മറ്റാരോ ബുക്ക് ചെയ്ത ഫ്ലാറ്റാണെന്നും താനറിയാതെ ആരോ താങ്കളെ പറ്റിച്ചതാണെന്നും കാവൽക്കാരൻ വെളിപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ കാവൽക്കാരനും കൂടിയുള്ള തട്ടിപ്പാണിതെന്ന് പലരും തിരിച്ചറിയുന്നില്ല. അങ്ങനെ പോകുന്നു ആ വാർത്ത. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പാലിക്കുക. ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗൾഫ് പേജ് വാർത്തകൾ. 2024 ഒളിമ്പിക്സിന് ഇന്ത്യ രംഗത്ത് എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള ഒരു വാർത്തയുണ്ട്. AOC പ്രസിഡന്റ് തോമസ് ബാക്കിനെ ചർച്ചയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിച്ചു എന്നുള്ള വാർത്തയുണ്ട്. ഇന്ത്യയുടെ കായിക കുതിപ്പിന് ഊർജ്ജമേകുന്ന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് ബാക്കിനെ ഈ മാസം ഒടുവിൽ ഇന്ത്യ സന്ദർശിക്കാൻ കേന്ദ്ര സർക്കാർ ക്ഷണിച്ചു. 2024 ഒളിമ്പിക്സ് നടത്തിപ്പിനുള്ള സാധ്യതകളും തോമസ് ബാക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ചർച്ചയിൽ ഇടം പിടിക്കുമെന്നുള്ള വാർത്തയാണ് സ്പോർട്സ് പേജിൽ പ്രധാനമായിട്ടുള്ള വാർത്തയായി ഇടം പിടിച്ചിരിക്കുന്നത്. മലേഷ്യൻ ഓപ്പൺ സൈന സെമിയിലെത്തിയതായിട്ടുള്ള വാർത്തയുമുണ്ട്. ഇതൊക്കെയാണ് പ്രധാന വാർത്തകളായി സ്പോർട്സ് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പേജ് വാർത്ത പറഞ്ഞു, ഗൾഫ് പേജ് വാർത്ത പറഞ്ഞു, സ്പോർട്സ് പേജ് വാർത്ത പറഞ്ഞു. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാണ്. അതിനു മുൻപായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനുള്ള നമ്മുടെ അരങ്ങേറ്റം എന്ന പരിപാടിയെക്കുറിച്ചാണ്. നിങ്ങളുടെ കുട്ടികളുടെ കലാപ്രതിഭകൾ ലോകത്തെ മുഴുവൻ വിളിച്ചറിയിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു വേദിയാണ് NTV നിങ്ങൾക്കായി നൽകുന്നത്. ഉമ്പായിയെ പോലെയുള്ള ഏറ്റവും മികച്ച കലാകാരന്മാർ അരങ്ങ് തകർത്ത ഈ വേദിയിൽ തന്നെ ആവട്ടെ നിങ്ങളുടെ കുരുന്നുകളുടെ അരങ്ങേറ്റം. ഒപ്പം നിങ്ങൾക്കും നിങ്ങളുടെ കുരുന്നുകളോടൊപ്പം ഈ വേദിയിലൂടെ നിങ്ങളുടെ കുരുന്നുകളുടെ കഴിവുകളെക്കുറിച്ച് ലോകത്തെ അറിയിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണ് NTV നൽകുന്നത്. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായി ഒരു റീക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഈവൻറ്റുകളെക്കുറിച്ച് പറഞ്ഞു. ജൈറ്റെക്സ്, ഗ്ലോബൽ വില്ലേജ്, ഒപ്പം ക്യാമൽ റൈസിംഗ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഏറ്റവും നല്ലത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പോകാവുന്നതാണ്. പത്രവിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. അറൗണ്ട് ദ വേൾഡ് സെഗ്മെൻറ്റിൽ ഒമാനിലെ സലാലയിലെ മികച്ച കാഴ്ചകൾ നിങ്ങളിൽ എത്തിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായും ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. നാളെ ഈസ്റ്റർ ആണ്. അതിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും പലരും ലീവ് എടുക്കാനുള്ള
തയ്യാറെടുപ്പിലും ഒക്കെ ആയിരിക്കും. എന്തായാലും ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാവർക്കും അഡ്വാൻസായി ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ഇനി നമുക്ക് നമ്മുടെ പരിപാടികളിലേക്ക് നോക്കുകയാണെങ്കിൽ ശനിയാഴ്ചയും വളരെ സജീവമാക്കാൻ നമ്മൾ നിരവധി മികച്ച പാക്കേജുകളുമായി നമ്മളും തയ്യാറാണ്. മിഴിയോരം പോലെയുള്ള മികച്ച പരിപാടികൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഓരോ പരിപാടിയും മിസ് ചെയ്യാതെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എപ്പോഴും പറയാറുള്ളത് പോലെ ഇന്നും നാളെയും വരും ദിവസങ്ങളുമെല്ലാം സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മാത്രമായി തീരട്ടെ. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമസ്കാരം.